എൻ പ്രേമഗീതമാ എന്നേശുനാഥാനേ, എൻ പ്രേമഗീതമാ എന്നേശുനാഥാനേ. ഒന്നിനെയും ആഗ്രഹിക്കാത്തവന് എല്ലാത്തിനോടും നിർബന്ധങ്ങളില്ലാത്ത സ്നേഹമാണ്. എല്ലാം സ്വന്തമാണ്. അങ്ങനെയുള്ളവന്റെ വഴി അത് വേറെയാണ്. കേരള സഭയ്ക്ക് ഇത് അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ്. ബഹുമാനപ്പെട്ട ഫാദർ ആർമൻ മാധവത്തച്ഛന്റെ നാമകരണ ചടങ്ങിലേക്ക് ജൂലൈ 13 പട്ടാരം വിമലഗിരി ആശ്രമം കടക്കുമ്പോൾ തലശ്ശേരി അതിരൂപതയ്ക്കും കേരള സഭയ്ക്കും ഇത് അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ്. ഇന്ന് ഷെഖേന TV എത്തി നിൽക്കുന്നത് പട്ടാരം വിമലഗിരി ആശ്രമത്തില് ആർമണ്ടച്ചന്റെ പ്രവർത്തന രംഗം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. പട്ടാരം വിമലഗിരി ആശ്രമത്തിന്റെ സ്ഥാപകനായ ആർമണ്ടച്ചന്റെ ത്യാഗനിർഭരമായ ജീവിതം ഇന്ന് ഷെഖേന TV നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ആർമണ്ടച്ചനെ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് തിരുസിംഹാസനത്തിൽ നിന്നുള്ള അറിയിപ്പ് ഇവിടെ ലഭിക്കുകയുണ്ടായി. ആർമണ്ടച്ചന്റെ ജീവിത വിശുദ്ധിക്ക് തിരുസഭ നൽകുന്ന അംഗീകാരവും അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാ വിശ്വാസികൾക്കും മാതൃകയാക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ള വിചിന്തനത്തിൻ്റെ ആരംഭവുമാണ് ഈ ഒരു പദവിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. തുടർന്ന് ആർമണ്ടച്ചൻ്റെ ജീവിതത്തെ സൂക്ഷ്മമായി പഠിക്കുന്നതിന് ഉപകരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ കൂടുതൽ വിശകലനം ചെയ്യുന്ന സമിതികളുണ്ടാകും. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിലെ ദൈവശാസ്ത്രത്തെ വിശകലനം ചെയ്യുന്ന സമിതികളുണ്ടാകും. സഭാപരമായ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ വിശകലനം ചെയ്യുന്ന സമിതി പഠനം നടത്തും. ഇവയെല്ലാം കൂടി പഠനം നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ റോമിലേക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ്. അതേ തുടർന്ന് കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ റോമിൽ നിന്ന് വരേണ്ടതുണ്ട്. അച്ഛൻ്റെ മാധ്യസ്ഥം വഴി ഉള്ള അത്ഭുതങ്ങൾ സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. അപ്രകാരമുള്ള വിവിധ പടികളിലൂടെ കടന്നാണ് ധന്യപദവിയിലും അതുപോലെ തന്നെ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലും വിശുദ്ധ പദവിയിലുമൊക്കെ അദ്ദേഹം എത്തിച്ചേരുന്നത്. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ മലബാറിൻ്റെ മണ്ണിൽ വിശ്വാസത്തിൻ്റെ വലിയ സാക്ഷ്യ ജീവിതം നയിച്ച പ്രിയപ്പെട്ട ആർമണ്ടച്ചൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയും അവയൊക്കെയും നമുക്ക് ഏറെ അനുകരണീയമായ മാതൃകയാണ്. ആർമണ്ടച്ചനോട് നമുക്ക് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഒരു ഉത്തമ സന്യാസ വൈദികനായി ജീവിച്ച ഫാദർ ആർമണ്ടിന്റെ ജീവിതത്തിൽ വിളിയുടെ ഉള്ളിലെ വിളി ലഭിച്ച വർഷമാണ് 1976. ആ വർഷം ജനുവരി മാസത്തിൽ കോഴിക്കോട് ക്രൈസ്റ്റ് കോളേജിൽ നടന്ന ആദ്യ കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുക്കാൻ അച്ഛനും അവസരം ലഭിച്ചു. അരൂപിയിലുള്ള ജനനം അനുഭവിച്ചറിഞ്ഞ അച്ഛൻ കൂടുതൽ ആനന്ദമുള്ളവനും സംതൃപ്തനുമായി തീരുകയും താൻ ഒരു ദൈവ പൈതൽ എന്ന അവബോധത്തിൽ ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ താൻ അനുഭവിച്ച ആത്മീയ നിറവ് ഏവർക്കും ലഭ്യമാക്കണമെന്ന് ആഗ്രഹിച്ച ആർമണ്ടച്ചൻ ഈ ധ്യാനം മലയാളത്തിൽ ലഭ്യമാക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു. അപ്രകാരം ഫാദർ AK ജോൺ, ഫാദർ ഗ്രേഷ്യൻ എന്നിവരുടെയും ഏതാനും അൽമായ പ്രേക്ഷിതരുടെയും സഹായത്തോടെ മലയാളത്തിൽ ആദ്യ കരിസ്മാറ്റിക് ധ്യാനം 1976 സെപ്റ്റംബർ 24 മുതൽ ഭരണങ്ങാനം അസീസിയിൽ സംഘടിപ്പിച്ചു. ആത്മാവിൽ നിറഞ്ഞവരുടെ ഒരു വലിയ കൂട്ടായ്മ കേരളമൊട്ടാകെ വളർത്തിയെടുക്കാൻ അച്ഛൻ സഹിച്ച ത്യാഗങ്ങൾ അവിസ്മരണീയമാണ്. കൺവെൻഷനുകൾ, ഇടവക ധ്യാനങ്ങൾ തുടങ്ങിയവയിലൂടെ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം ജനകീയമാക്കാൻ അച്ഛൻ കഠിന പ്രയത്നം ചെയ്തു. ജീവിതത്തിലെ എല്ലാ തുറകളിലുമുള്ളവരെ പരിശീലിപ്പിക്കുവാനും നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരുവാനും അച്ഛൻ പരിശ്രമിച്ചിരുന്നു. പലവിധ എതിർപ്പുകളും പ്രതിബന്ധങ്ങളും അച്ഛന് അഭിമുഖീകരിക്കേണ്ടതായി വന്നെങ്കിലും പ്രൈസ് ദ ലോർഡ് എന്ന സൗമ്യമായ മറുപടി കൊണ്ട് അച്ഛൻ എല്ലാത്തിനെയും അതിജീവിച്ചു. എല്ലായ്പ്പോഴും അധികാരികൾക്ക് വിധേയനായി ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് സേവനനിരതനായി അച്ഛൻ തൻ്റെ വിശുദ്ധ ജീവിതം പുഷ്ടിപ്പെടുത്തി.
യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് 26-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കട്ടെ. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനും ഞാൻ ആയിരിക്കുന്നിടത്തായിരിക്കുകയും ചെയ്യും എന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഈശോയെ അനുഗമിച്ച, ഈശോയെ ശുശ്രൂഷിച്ച, ഈശോയുടെ ഭൗതിക ശരീരമായ സഭയെ ശുശ്രൂഷിച്ച് പിതാവ് ബഹുമാനിച്ച ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ഇപ്പോൾ ദേവദാസനായി പ്രഖ്യാപിക്കപ്പെടുന്ന ആർമണ്ടച്ചൻ. ഈ ജൂലൈ 13-ാം തീയതി ആർമണ്ടച്ചൻ ദേവദാസനായിട്ട് ഇവിടെ ഈ പട്ടാരം ധ്യാനകേന്ദ്രത്തിൽ വെച്ച് പ്രഖ്യാപിക്കപ്പെടുകയാണ്. 1996-ലാണ് ആർമണ്ടച്ചൻ ഇവിടെ വരുന്നത്, ഈ മലബാർ പ്രദേശത്ത്. അതിനു മുമ്പ് ആർമണ്ടച്ചൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ശുശ്രൂഷ ചെയ്തിരുന്നത് ഭരണങ്ങാനത്തുള്ള അസീസി ധ്യാനകേന്ദ്രത്തിലായിരുന്നു. അവിടെ വർഷങ്ങളോളം ആർമണ്ടച്ചൻ അതിൻ്റെ ഡയറക്ടറായിട്ടും പിന്നീട് അവിടെ ശുശ്രൂഷകളൊക്കെ ചെയ്ത് വരികയായിരുന്നു. ആ സമയത്ത് ഈ മലബാർ ദേശത്ത് ധ്യാനകേന്ദ്രങ്ങളൊന്നും തന്നെ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മലബാർ പ്രദേശത്ത് ഒരു ധ്യാനകേന്ദ്രം തുടങ്ങണമെന്ന് ആർമണ്ടച്ചന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് ദൈവികമായൊരു ദർശനമൊക്കെ ആർമണ്ടച്ചന് അതിനുവേണ്ടി ഉണ്ടായിരുന്നു. ആർമണ്ടച്ചൻ്റെ മാത്രം ആഗ്രഹമായിരുന്നില്ല, അതൊരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനത്തിൻ്റെ വെളിച്ചത്തിലാണ് ആർമണ്ടച്ചൻ ഈ പട്ടാരം പ്രദേശത്ത് വരുന്നതും. അങ്ങനെ ഇവിടെ ഒരു ധ്യാനകേന്ദ്രം 1998 ആദ്യമായിട്ട് താമസിച്ചുകൊണ്ടുള്ള ധ്യാനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ 2024 ജൂലൈ 13 ഒരു വലിയ ദിവസമാണ് വിമലഗിരി പട്ടാരം ധ്യാനകേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഈ മലബാറിലുള്ള സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദിവസമാണ്. കാരണം ഈ മലബാറിൻ്റെ കുടിയേറ്റ ചരിത്രത്തിൽ, ഏതാണ്ട് 100 വർഷത്തോളം ഉള്ള കുടിയേറ്റ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സിറോ മലബാർ സഭയിൽ ഒരു ദേവദാസനായിട്ട് ഒരാളെ പ്രഖ്യാപിക്കുന്നത്. ആ ദിവസമാണ് ജൂലൈ 13. നിങ്ങളെല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ ആ ജൂലൈ 13 ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. ആ ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. കത്തോലിക്ക സഭയിലെ കർത്താവിൻ്റെ സഭയിൽ അംഗമായിരിക്കുന്ന ഓരോ വ്യക്തിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. ഈ വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. വിശുദ്ധ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ദൈവികമല്ലാത്ത ഒന്നിനെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവികമല്ലാത്ത രീതിയിൽ പെരുമാറാതിരിക്കുക. മറ്റു വാക്കുകൾ പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ തിന്മ നിറഞ്ഞ വഴിയിലൂടെ ചരിക്കാതിരിക്കുക. അതിനാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ആ വിശുദ്ധിയിലേക്കാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് പലതരം സാഹചര്യങ്ങളിലാണ്. കുറേ പേര് കുടുംബ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു, കുറേ പേര് വൈദിക ജീവിതത്തിലേക്ക്, കുറേ പേര് സന്യസ്ത ജീവിതത്തിലേക്ക്, അങ്ങനെ പലതരത്തിലാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. കുറേ പേര് ഇതൊന്നും അല്ലാതെയും ജീവിക്കുന്നുണ്ടാകാം, ഏകസ്ഥരായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഈ വിശുദ്ധി എന്ന് പറയുന്ന ആ വിളി പൊതുവാണ്. ബഹുമാനപ്പെട്ട ആർമണ്ടച്ചനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സ്വീകരിച്ച വിളി ക്രൈസ്തവ വിളിയുണ്ട്. അവിടെ അദ്ദേഹം വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് ബാധ്യസ്ഥനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വൈദികനാകാൻ വിളിക്കപ്പെട്ടതിന് മുമ്പായിട്ട് ഒരു സമർപ്പിതൻ അല്ലെ സന്യാസിയാകാൻ വിളിക്കപ്പെട്ടു കപ്പൂച്ചിൻ സന്യാസ സമൂഹത്തിൽ. അങ്ങനെ അദ്ദേഹം കപ്പൂച്ചിൻ സന്യാസ സമൂഹത്തിൽ അതിൻ്റെ അധികാരികൾക്ക് കീഴ്പ്പെട്ടുകൊള്ളാമെന്ന്, അതുപോലെ അദ്ദേഹം എടുത്ത വ്രതങ്ങൾക്കനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് സഭയുടെ ആ സന്യാസ സമൂഹത്തിൻ്റെ എല്ലാവിധ പ്രക്രിയകൾ അവസാനിച്ച് അതിന് അന്ത്യത്തിലാണ് അദ്ദേഹം സഭയിലെ ഒരു പുരോഹിതനായിട്ട് അഭിഷിക്തനാകുന്നത്. പുരോഹിതൻ എന്ന നിലയിലും സന്യാസി എന്ന നിലയിലും ക്രൈസ്തവ വിശ്വാസ എന്ന നിലയിലും ഈ വിശുദ്ധീകരണ പ്രക്രിയ ഒന്ന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഗ്രേഡ് വ്യത്യസ്തമാണ്. ആർമണ്ടച്ചൻ ഒരു സന്യാസി എന്ന നിലയിൽ പൂർണ്ണമായിട്ട് ഈ ലോകത്തിൻ്റെ മാർഗങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി തികച്ചും ദൈവത്തിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ. അതുപോലെ തന്നെ ഒരു വൈദികൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തെ അതീവ തീക്ഷ്ണതയോടും അതീവ ഗൗരവത്തോടും കൂടി ജീവിച്ച ഒരു വ്യക്തിയാണ്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇപ്രകാരം സഭയുടെ ഒരു മാതൃകയായിട്ട് നമുക്കെല്ലാം മാതൃകയായിട്ട് ഉയർത്തി കാണിക്കുന്നതിൽ എനിക്ക്, അതുപോലെ ഈ മാനന്തവാടി രൂപതയ്ക്ക് തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. അത് ഈ മാനന്തവാടി രൂപതയിലെ ഒരു ഇടവകയിൽ നിന്ന് അദ്ദേഹം ജനിച്ചത് ഇവിടെ അല്ലെങ്കിൽ പോലും ജീവിതത്തിലെ നല്ല ശതമാനം സമയവും അദ്ദേഹത്തിൻ്റെ സെമിനാരി ജീവിതത്തിന് മുമ്പായിട്ടൊക്കെ ചെലവഴിച്ചത് ഇവിടെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പിച്ചത് നമ്മുടെ നടവയിൽ ഇടവകയിൽ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ
നമുക്ക് വലിയ സന്തോഷമുണ്ട്. അതേസമയം അദ്ദേഹം ഈ നടവയലിനോ അല്ലെങ്കിൽ മാനന്തവാടി രൂപതയ്ക്കോ വേണ്ടി മാത്രമല്ല, ഓരോ വിശുദ്ധനും വിശുദ്ധിയും അങ്ങനെ പ്രഖ്യാപിക്കപ്പെടുന്നത് ആഗോള സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആഗോള സഭയിലുള്ള വൈദികർക്കും സന്യസ്തർക്കും എല്ലാ ക്രൈസ്തവർക്കും അദ്ദേഹം മാതൃകയാണ്. ആ മാതൃകയിലേക്കാണ് ഞാൻ എപ്പോഴും എൻ്റെ കണ്ണുകൾ പായിക്കുന്നത്. അങ്ങനെ മാതൃകാപരമായി ജീവിച്ച ഒരു വ്യക്തി ഈ മാനന്തവാടി രൂപത്തിൽ നിന്ന് ഇപ്രകാരം പേര് വിളിക്കപ്പെടുന്നു എന്നതിൽ ഉള്ള എൻ്റെ അതീവമായ സന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ്. എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ. എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ. 75 വർഷത്തേക്ക് പിന്നിലേക്ക് നോക്കുമ്പോൾ വലിയ ഒരു ആത്മീയ ചരിത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഈ ചരിത്രത്തിൻ്റെ അടിത്തറ പാകിയത് ഇന്ന് സഭ ദൈവദാസൻ എന്ന് വിളിക്കപ്പെടുന്ന ആർമണ്ട് അച്ഛൻ്റെ പ്രത്യേകമായ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ആത്മീയ ശുശ്രൂഷ കൊണ്ടുമാണ്. ഈ ഇടവേള ആദ്യത്തെ വൈദികൻ എന്ന നിലയ്ക്ക് ഇവിടെ പട്ടം സ്വീകരിച്ച് ആദ്യ കുർബാന ഇവിടെ അർപ്പിച്ചതിന് ശേഷം ജനങ്ങൾ ഒരു വൈദികൻ ആരാണെന്നും യേശു ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് ജീവിക്കേണ്ടവരാണെന്നുമുള്ള ആ ഒരു ചിന്ത, ആത്മീയത പകർന്നു കൊടുത്തത് ആർമണ്ട് അച്ഛനാണ്. അതുകൊണ്ട് ആർമണ്ട് അച്ഛൻ എത്രയും വേഗം ഒരു വിശുദ്ധനായി തീരട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന. ഇതിനു വേണ്ടി നിത്യം പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളൊരു നൊവേന പുസ്തകം അധികം താമസിക്കാതെ പുറത്തിറക്കും. കൂടാതെ ആയിരങ്ങൾ വന്ന് ഇവിടെ വണങ്ങുന്നതിന് വേണ്ടി അച്ഛൻ്റെ തിരുശേഷിപ്പ് സഭ നൽകുമ്പോൾ ഞങ്ങളിവിടെ സ്ഥാപിക്കുന്നതാണ്. ഇപ്പം ഈ വർഷം മുതൽ ആർമണ്ട് അച്ഛൻ സ്ഥാപിച്ച ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിനായിട്ട് എല്ലാ വർഷവും നടവയൽ ബൈബിൾ കൺവെൻഷൻ എന്ന പേരിൽ ബൈബിൾ കൺവെൻഷൻ ആരംഭിക്കാൻ പോവുകയാണ്. റവറൻ ഫാദർ ആർമണ്ട് മാധവ് OFM കപ്പൂച്ചിൻ അച്ഛൻ്റെ തറവാട് വീട്ടിലാണുള്ളത്. വൈദികനായി അപ്പനും അമ്മയും കൂടപ്പിറപ്പുകൾ കുറച്ച് പേര് തമ്പുരാൻ്റെ അടുത്തേക്ക് പോയി. ശേഷിക്കുന്ന അച്ഛൻ്റെ നേർപ്പെങ്ങളായ മറിയക്കുട്ടി അമ്മച്ചിയാണ് ഇപ്പോൾ ഈ തറവാട് വീട്ടിലുള്ളത്. ഞങ്ങൾ മറ്റേന്ന് വീണ് അസുഖമില്ലാണ്ട് മെഡിക്കൽ കോളേജിൽ കിടന്നപ്പം അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അച്ഛനെ ദേവഗിരി കോളേജ് പള്ളിയിൽ പോയി കുർബാനയ്ക്ക് പോയപ്പോഴേക്കും ഞങ്ങളെ ചെറുക്കൻ മരിച്ചു. അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അവനെന്ന് മരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പോരുകയില്ലായിരുന്നു അന്ന് ഞാൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വേറൊരാൾ സുഖമില്ലാണ്ട് കിടന്നപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു, അവിടെ ഒരാൾ മാനന്തവാടി ആശുപത്രിയിൽ കിടപ്പുണ്ട്, അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ നല്ലതായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പോയി പ്രാർത്ഥിച്ചു. ആ മനുഷ്യനും പെട്ടെന്ന് തന്നെ മരിച്ചു. ഞങ്ങൾ മരകാവിൽ കൊണ്ടുവന്ന് അടക്കിയത് ആ മനുഷ്യൻ. ആർമണ്ടത്തിന് വിശുദ്ധനായിട്ട് കാണണേ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. എന്നും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മനുഷ്യനോടുള്ള അഗാധ സ്നേഹത്താൽ അവന്റെ മോചനത്തിനും രക്ഷയ്ക്കും വേണ്ടി സ്വന്തം ജീവിതം കുരിശിലേക്ക് വലിച്ചെറിഞ്ഞ 33കാരനും കാൽവരിയിലെ നിലവിളി അന്തരാത്മാവിൽ അഗ്നി പടർത്തിയപ്പോൾ സകലതും വലിച്ചെറിഞ്ഞുകൊണ്ട് ക്രൂശിത പാദങ്ങളിലേക്ക് അണഞ്ഞെടുക്കുന്ന അസീസിയിലെ 44കാരനും ഹൃദയത്തിൽ കനലായി എരിഞ്ഞപ്പോൾ അസീസിയിലെ ദരിദ്ര മനുഷ്യന്റെ കീറത്തുണി വാരിച്ചുറ്റി മനുഷ്യഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ തീ കോരിയിട്ടുകൊണ്ട് ഓടി നടന്ന ബഹുമാനപ്പെട്ട ആർമണ്ട് മാധവത് കപ്പൂച്ചിൻ അച്ഛൻ ജനഹൃദയങ്ങളിൽ വിശുദ്ധിയുടെ പരിമളം പരത്തി തിരുസഭയിൽ പ്രശോഭിക്കുകയാണ്.